Hello friends, today we are going to a concert in here Christchurch. So we are going to speak in Malayalam. So hello friends, ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റെങ്കിലും കാണും നമ്മുടെ കോൺസേർട്ട് നടക്കുന്നത്. ഇതൊരു ഹഗ്ലി പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ കൂടെ ഇന്ന് ടെക് ബ്രോയും ഉണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ അടിപൊളിയാക്കാം. അപ്പം ഇവിടെ ഏകദേശം വൈകിട്ട് 7 മണിയായി. അപ്പം നമ്മളിപ്പോഴും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കാണുന്നതായിട്ട് നമ്മുടെ റസ്കിൻ റിസർവ്. ഇവിടെ രാത്രി 9 മണി ആയതുകൊണ്ട് ഇരുട്ടാവത്തില്ല. ഇതുണ്ട്, ഇവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് കുറേ റോസാപ്പൂക്കൾ വളരുന്നുണ്ട്. പിന്നെ വേറെ കുറേ പൂക്കളും ഉണ്ട്. ഇതിനൊക്കെ കണ്ടോ, കുറേ പൂക്കളും ഉണ്ടോ. ഇവിടെ നമ്മുടെ റോസാപ്പൂക്കളുണ്ട്. ഇവിടെ അങ്ങനെ കുറേ വെറൈറ്റി പൂക്കളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ആൾക്കാരായി. ഈ റോഡങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ നടുക്ക് നിൽക്കണം. അവിടെ നിന്നിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യാം. ഇവിടെ വണ്ടിയൊന്നും ഇല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ റോഡ്. ഇതൊരു റീസെൻറ്റ് കളർ ഷോപ്പാണ് ആ ഇടത്തേക്ക് കാണുന്നത്. അതൊക്കെ ഒരു ബുച്ചറി ഷോപ്പ്. ഇങ്ങനെ കുറേ, ഇതൊരു മാക്കോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അങ്ങനെ കുറേ കടകളുണ്ട് ഇവിടെ. നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ടോ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. നമുക്കിപ്പം ബസ് നമ്പർ 60യിലേക്ക് കയറി പോകണം. ഇവിടെ ഒരു ബോർഡുണ്ട് എത്ര മണിക്കൊക്കെയാണ് നമ്മുടെ ബസ് നമ്പർ 60 വരുന്നത്. അപ്പോൾ മൺഡേ, സാറ്റർഡേ, സൺഡേ ഇങ്ങനെ കുറേ അങ്ങനെയെല്ലാം കുറേ ഡേറ്റ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ ടൈമും ഉണ്ട്. ഉണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെട്രോ കാർഡ്. ഇത് നമ്മൾ റീചാർജ് ചെയ്യും മെട്രോയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്. നമ്മുടെ ഇത് ടാപ്പ് ചെയ്താൽ മതി ബസ്സിൽ കയറുമ്പോൾ. അപ്പം ബസ്സിൽ കയറുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഒരു 10-20 മിനിറ്റിനുള്ളിൽ വരും. 20 മിനിറ്റില്ല, ഒരു 10-15 മിനിറ്റിന് 7:22 വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇങ്ങനെ സ്ഥലം കണ്ടുകൊണ്ടിരിക്കാം. വണ്ടിയൊക്കെ പോകുന്നത് അതുകൊണ്ട് നമ്മുടെ യൂട്യൂബർ ഇരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൗത്ത് ഷോർ വരുന്നുണ്ട് പറഞ്ഞതുപോലെ. നമ്മുടെ സൗത്ത് ഷോർ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ബസ്സിൽ കയറി ക്രൈസ്റ്റ്ചർച്ച് സൗത്ത് ഹഗ്ലി പാർക്കിലേക്ക് പോവാണ് നമ്മളിപ്പോൾ. ഇവിടെ യൂട്യൂബിൽ കണ്ടിരുന്ന കാഴ്ചയൊക്കെ കണ്ടിരിപ്പുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ബട്ടൺ. നമ്മൾ ഈ സ്റ്റോപ്പ് ബട്ടൺ നോക്കണം. നമ്മുടെ സ്റ്റോപ്പ് എത്താതിനകത്ത് നേരെ ഓട്ടോമാറ്റിക് അവിടെ ഡ്രൈവറിൻ്റെ അവിടെ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഇതൊരു ചാർജിങ് പോർട്ടാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തി. പരിപാടി ഇച്ചിരി നേരം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത്രയും ഉള്ളൂ. അപ്പം നമുക്കിനി ഇവിടുന്ന് ഒരു റൗണ്ട് അടിക്കണം. അറിയത്തില്ല, ഫ്രീ ആണല്ലോ ആ സൈഡിലോട്ടോ ഗൈസ്. അവിടെ ചെയറാന്ന് തോന്നുന്നു, എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നടന്നു പോവാം, ഒരു റൗണ്ട് അടിച്ചു നോക്കാം. ഓക്കെ, ബാ. നമ്മൾ ഹഗ്ലി പാർക്കിൽ കൂടെ നടക്കുവാണ്. ഇതാണ് നമ്മുടെ ഹഗ്ലി പാർക്ക്. ഇതൊരു 100 ഏക്കറിലും കൂടുതലുണ്ട്. ഒരു വലിയൊരു സ്ഥലമാണ്. നമ്മുടെ ക്രൈസ്റ്റ്ചർച്ച് ആണെങ്കിൽ ഇതിനെ സറൗണ്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് പാട്ടും ബഹളമൊക്കെ കേൾക്കാം. പക്ഷേ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. നോക്കാം, കണ്ടെത്തുവോ ഇല്ലയോ. അതെ, ഓക്കെ, നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് കുറേ ഉണ്ടോയെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. ഒരു ലിങ്കിൽ കൂടെ കണ്ടതാണ്.
നമുക്ക് നോക്കാം. അവിടെ നിന്നൊക്കെ ഒരു കുറേ DJ പാട്ടും അങ്ങനത്തെ ഒക്കെ കുറേ സംഭവം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, പക്ഷെ കുറേ പാട്ടും അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ എനിക്കാണെന്ന് തോന്നുന്നു. ആ കാണുന്ന അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞൂടാ. അവിടെ ഒരു അവിടെയാണ് ഒരു ക്രൈസ്റ്റ് ചർച്ച് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മളിപ്പം ഒരു 300 ഏക്കറുണ്ട് ഇവിടെയൊക്കെ. 300 കൂടുതൽ ഏക്കർ കാണുമല്ലേ? പാട്ടൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. കേൾക്കത്തില്ലേ? സോറി കേട്ടോ. നിങ്ങളുടെ വീഡിയോ ആണ്. ഇച്ചിരി അങ്ങോട്ട് പോയി നോക്കാം അല്ലേ? റോഡ് ക്രോസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സിഗ്നലിൽ നിന്ന് ക്രോസ് ചെയ്യാം. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ ഇവന്. അവിടെയാണ് ഇവിടെ കുറേ പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് ഗൈസ്. എനിക്ക് ഒട്ടും അറിഞ്ഞൂടാ എവിടെയാണ്. നമ്മുടെ ക്രിസ്മസിനെ സംബന്ധിച്ച് ഉള്ള ഒരു പാട്ടും ബഹളമാണ് കേൾക്കുന്നത്. നമുക്ക് പോയി നോക്കാം എവിടെയുണ്ടെന്ന്. അല്ലേ, എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അതെ, ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇവിടെ കടന്ന് നടക്കുന്നു. ഇത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. നമുക്ക് വേണേൽ റെൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരു മണിക്കൂറിന് $2 ന്യൂറോണും ലൈം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ നിൽക്കണമായിരുന്നു. പക്ഷേ ഓൾറെഡി അപ്പം നക്കിയതുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് പയ്യെ നടന്നാൽ മതി. നമ്മുടെ സൈക്കിളിൻ്റെ ഇവിടെ വന്നു. ഇവിടെ നമ്മളെത്തി. അപ്പോൾ ഇതാണ് ക്രൈസ്റ്റ് ചർച്ച് ഹോസ്പിറ്റൽ. നമുക്കിനി അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ കാട്ടിക്കൂടേക്ക് കയറി പോകണം അവിടെ എത്താനായിട്ട്. പോയി നോക്കാം. നമ്മുടെ യൂട്യൂബർ കണ്ടേ നടന്നു പോന്നു. യൂട്യൂബറിന് ഒരു മൈൻഡും ഇല്ല. കണ്ടോ, പാട്ടൊക്കെ കേൾക്കുക കിടന്നിപ്പം പുള്ളി വേറെ മൈൻഡില്ല. അപ്പം നമുക്ക് ഈ കാട്ടിക്കൂടെയൊക്കെ ഒന്ന് കയറി നോക്കി പോവാം. കാണുമോ ഇല്ലയോ? നല്ല ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കാം. ഇതാണോ വഴിയെന്ന് അറിയത്തില്ല. ഓ, ഇത് വേറെ ഇങ്ങോട്ടോ. നമുക്ക് അങ്ങോട്ട് പോകണം. അല്ലല്ല. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകണം. ഒരു നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ സൈഡ് ഇവിടെ ഉണ്ടോ? ഓ, ഇതൊരു കാട് പോലെ. നമുക്ക് താഴേക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കാം. വേണ്ട, ഒരു ബേർഡ്. ഇവിടുത്തെ ബേർഡിനൊന്നും പേടിയില്ല. മണമൊക്കെ ഉണ്ട്. ഓ, ഇതൊരു റിവറാണ്. കണ്ടോ, ഒരു റിവറാണ്. കണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. അങ്ങോട്ട് പോകണോ? വേണ്ട, നല്ല ആഴമുള്ള വഴി. നമുക്ക് ഇവിടെ പോയി നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പം അങ്ങോട്ട് പോവാം. നമ്മുടെ പക്ഷി ഓടി നടപ്പുണ്ട്. ആണ്ടെ, പുള്ളിക്ക് പേടിയൊന്നുമില്ല. ഇതാണല്ലോ. ഓക്കെ, എനിക്ക് അങ്ങോട്ട് നടക്കാം. നല്ല പൂക്കളൊക്കെ ഉള്ള ഇതല്ലേ, ഇതിൻ്റെ വെറൈറ്റി പൂക്കൾ. ഒരു റെഡ്, റോസ, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോസ. ഓക്കെ, നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമുക്കിനി ഇവിടുന്ന് ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ എങ്ങോട്ടൊന്നും ഒരു ഐഡിയ ഇല്ല. നമ്മളിപ്പോൾ നേരത്തെ കണ്ട് റിവറിൻ്റെ അവിടുന്ന് നേരെ പോയിട്ട് അകത്തേക്ക് പോയി നോക്കാമെന്നാണ് പ്ലാൻ. ഇതല്ലേ, അവിടെ അങ്ങോട്ടേക്ക് കുറേ ആൾക്കാർ വന്നുണ്ട്. ഇതുണ്ടോ നമ്മുടെ റിവർ. ഒത്തിരി ആഴമില്ല, എന്നാലും ഉണ്ട്. ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാ സ്ഥലം. പോയി നോക്കാം. ഇതല്ലൊരു റൂമോ അല്ലേ, എന്നാന്നൊന്നും അറിയത്തില്ല. നോക്കണം. ഓക്കെ, നല്ല നമ്മളിവിടെ എത്തി കേട്ടോ. ഓൾമോസ്റ്റ് എത്തി. നമുക്ക് പോയി നോക്കാം. ഇതുണ്ടോ, എത്ര നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ മരമായിരിക്കും ഇതൊക്കെ. എന്നെ പൊക്കമല്ലേ, നമുക്ക് പോകണം. ഓക്കെ, അത് പറഞ്ഞാൽ റിവറുണ്ടല്ലോ, അത് ആ വെള്ളമൊക്കെ ഇവിടെ പോയി ജോയിൻ ചെയ്യുന്നതെന്നാണ്. ഈ ബ്രിഡ്ജ് കയറി ചെല്ലണം നമ്മൾ. ഇതുണ്ടല്ലോ, കുറേ താറാവുണ്ട്. താറാവ് കുഞ്ഞുങ്ങളും. ഇത് 3 താറാവ് കുഞ്ഞുങ്ങളും ഉണ്ട്. ഇവിടെ വലിയ താറാവ്. നമുക്ക് ഈ പാലത്തിൽ കൂടെ
അങ്ങോട്ടേക്ക് പോയി നോക്കാം. വലിയ പാട്ടുമേളമുണ്ട്, അവിടെ തന്നെ ആവണം. നമ്മളിപ്പോൾ വന്ന വഴി അതാണ്, നോക്കാം. ഓയാ നമ്മളിവിടെ എത്തി. അങ്ങനെ അത് പ്രശ്നമൊന്നും നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഉണ്ടെന്നറിയാലോ. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ചും വരും. ഓക്കെ, ഇതാണ് നമ്മളെ സ്ഥലം. അതാണ് സ്ഥലം പറഞ്ഞില്ലേ. ഇത് നമ്മുടെ യൂട്യൂബർ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു മൈൻഡില്ലാതാണ് കുഴപ്പമുണ്ട്. എൻ്റെ ഈ തന്നേക്കുവാ ഫോണ് വീഡിയോ എടുക്കാൻ പറഞ്ഞ് വർത്താനൊക്കെ പറയാൻ. നമുക്ക് പോയി നോക്കാം. നല്ല അകത്തേക്ക് പോയി. ആ കാണുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അറിയാം, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിയൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെയൊക്കെ ഈ തന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, മറ്റേ മൗരി വെള്ളം റിച്ചാർഡ് അല്ലാന്തി ബുക്സ്. പിന്നെ ഈ മരത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഏസർ റോസ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. എന്നാന്നറിയില്ല, മൗരി വേർഡ് വേണോ? മൗരി വേർഡല്ലായിരിക്കും അത്. നല്ലൊരു സ്ഥലമാട്ടോ, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ന്യൂസിലൻഡ് ബ്യൂട്ടിഫുൾ ആണ് സത്യം പറയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഓ നമ്മളെത്തി. ഇതാണ് സ്ഥലം. നമ്മളിവിടെ എത്തി. സംഭവം ഇതാണ്. നമ്മൾ വീണ്ടും കാണുന്നു. പക്ഷേ ഇവിടെ ഡക്സ് ഉണ്ട്, എഴുതിയിട്ടുണ്ട്. ബൊട്ടാനിക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഡക്സിനെ നമുക്ക് ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ ഡക്സിനൊന്നും പേടിയില്ല കേട്ടോ. നമ്മളെ കണ്ടിട്ട് ഓടുപോലെ ഇല്ല. ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതുണ്ടല്ലേ, എന്നൊരു കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു. ഹലോ ഹലോ ഓടുന്നുണ്ട്. ഓക്കെ, ഇതാണ്ട് വേറെ എടുത്തിരിക്കുന്നുണ്ടോ. അവനവിടെ ഒരു പ്രശ്നമില്ല, ചുമ്മാ ആ സൈഡ് ഉണ്ടോ. എന്താണ് ഒരു വെടിയില്ല വിളിക്കുക. എത്തിയെന്നൊക്കെ പറഞ്ഞാലും എത്തിയൊന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ച് അടുത്താണ് ഇരിക്കുന്നത്. ഇതുണ്ടൊരു ഡക്ക്. എന്നാ വലിയ പൂള്. എവിടെ പൂള്? ആ ശരി, അവിടെ ഒരു പൂളൊക്കെ ഉണ്ട്. പൂളും നമ്മൾ ഇതാണ് നമ്മുടെ ഗാർഡൻ, ബൊട്ടാനിക് ഗാർഡൻ. ഇവിടെ പൂളാന്ന് തോന്നുന്നു കേട്ടോ, അറിയത്തില്ല. പൂളായിരിക്കണം. ഇവിടെ പിന്നെ 9 മണിയായാലും ഇരുട്ടാവുന്നില്ല. നമുക്ക് വീണ്ടും ഒരു ബ്രിഡ്ജ് കിടക്കണം. എടാ, ഈ വഴിയൊക്കെ ഓർത്തിരുന്നാണ്. നമ്മൾ തന്നെയുള്ളൂ. നമുക്ക് പോകണ്ടേ തിരിച്ച് വീട്ടിൽ. ഓക്കെ, ഇതുണ്ട്. ഇവിടെ നല്ല ക്ലിയർ വാട്ടർ കേട്ടോ. നമ്മുടെ നാട്ടിലെ വെള്ളം പോലെയൊന്നുമില്ല, നല്ല ക്ലിയർ കണ്ടോ. അടിയിലൊക്കെ എന്നോ വെള്ളമെന്നൊക്കെ കാണാം. പിന്നെ ഡക്ക് ഒക്കെ മോളെ. ഇതുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഇല്ല എനിക്ക് സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടർ നേരത്തെ പറഞ്ഞേ, അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. ഓ നടന്ന് മടുത്തു. ഒരു 1.25 മണിക്കൂർ ഇതിൻ്റെ അകത്തേക്കൂടെ നടന്നു വീട്. എവിടെ എത്തുമോ? ഇവിടെ എത്തുമോ? എന്തിനിപ്പോൾ വന്ന വഴി ഇവിടെ തിരിച്ചു പോയി നോക്കിയിട്ട് കുറേ നടക്കണം. പോയിക്കാം എന്തായാലും. സ്ഥലം കാണാമല്ലോ. ഇതിപ്പം പാർക്കിംഗ് ആണ്. ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പൈസ ഉണ്ട് കേട്ടോ. അതിസാഹസിയായി കുറേ നടന്ന് നമ്മളിപ്പോൾ വീണ്ടും ഒരു പോണ്ടിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെ ഒരു കോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അവിടെ ലൈറ്റും കാണാം, ലൈറ്റൊക്കെ കാണാം. പോയി നോക്കാം എങ്ങനെയുണ്ട് പരിപാടി. ഇതുണ്ടോ ഡക്ക്? അതെ, സ്വാൻ. ഡക്കുകൾ, സ്വാനും ഡക്കും എല്ലാം ഉണ്ട്. ഓക്കെ, ഒരു ഫോട്ടോ എടുത്താലോ? നീ നിൽക്കടാ. വേണ്ട, ഓടണം പെട്ടെന്നാ. നമ്മൾ വീണ്ടും അങ്ങോട്ട് നടക്കുമോ? അവിടെ ലൈറ്റും പരിപാടി നിങ്ങൾക്ക് ഒച്ച നല്ലപോലെ കേൾക്കാം. നീ ഒന്ന് ഓടുന്നു. നമ്മളിവിടെ 1/2 മണിക്കൂറേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ 8:30 ബസ്സുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വന്ന് നടക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായിട്ടാണ്. നമുക്ക് ഇനി 1/2 മണിക്കൂർ അങ്ങോട്ടും നടക്കണം.
ഇപ്പോൾ 1 മണിക്കൂർ നടക്കും. അടിപൊളി. അവിടെ നല്ല സ്ക്രീനൊക്കെ കാണാം. നമ്മളെത്തി കേട്ടോ ഗൈസ്, നമ്മളെത്തി ഇവിടെ നമ്മളെ സ്ഥലത്തെത്തി. എന്തായാലും കൊക്കോക്കോളയുടെ നമ്മള് കൊക്കോക്കോളയുടെ ഉണ്ട്. ഉണ്ടോ കൊക്കോക്കോളയുടെ സംഭവം. വ്ളോഗിങ് കിഡ്സ് ഉണ്ട്. എന്താ പറയുമ്പോൾ ഒന്നും മനസ്സിലായില്ല. അങ്ങനെ വർത്താനം പറയുന്നതുകൊണ്ട് ഞാനൊന്നും കേട്ടില്ല. അങ്ങനെ നമ്മളെത്തി. അടിപൊളി. ക്രിസ്മസിൻ്റെ ഉണ്ട്. എല്ലാവരും ക്രിസ്മസ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടാണ്. ഇത്ര ആൾക്കാരുണ്ടാവും. എൻ്റെ ടോയ്ലറ്റാട്ടോ. ഇത് ഓക്ലൻഡിലും ഉണ്ട്. ക്രൈസ്റ്റ് ചർച്ചിൽ ആദ്യം, പിന്നെ ഓക്ലൻഡിൽ പിന്നീട്. സാധനമൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ. This year we are proud to support the Kindness Collective. ഇവിടെ നമ്മളെ സാധനമായിട്ട് വരണമായിരുന്നു കേട്ടോ. നമുക്കിവിടെ ഇരിക്കാനായിട്ടുള്ള സാധനം അതൊക്കെയായിട്ട് വരണമായിരുന്നു. ഇവിടെ കൊക്കോക്കോളയുടെ തന്നെ ഓരോ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടോ ഞാൻ പരിപാടിയിലൊക്കെ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. നമ്മുടെ പരിപാടി നമ്മളവിടെ കണ്ട് നടന്നു വന്നു. വീണ്ടും റൗണ്ട് എടുത്തു. ഇവിടെ തിരിച്ചു വന്ന് ഇവിടെ എങ്ങാണ്ട് വീണു. പിന്നെ രാത്രി വന്നാകുമ്പോൾ പോകണം. ഇവിടെ പോലീസും ഒക്കെ ഉണ്ട്. പോലീസിൻ്റെ വാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വെച്ച നേരം പരിപാടി കണ്ടിരിക്കാം. ഭയങ്കര വലിയ പരിപാടിയാട്ടോ ഗൈസ്. സമയത്തെല്ലാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് വന്നേ. കോൺസെർട്ടിന് വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന്. ഇഷ്ടം പോലെ ഉണ്ട് ആൾക്കാർ കോൺസെർട്ടിന് വന്ന. ഇവിടെ നിൽക്കണം. നമുക്ക് കണ്ടു ആ വഴി നടന്നു പോയാൽ മതിയല്ലോ. നമുക്ക് അവിടെ സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഫുഡൊക്കെ പോയി മേടിക്കാം. പിന്നെ അങ്ങനെ കാര്യങ്ങളും ഓക്കെ. വരുന്നതാണ് നമുക്ക് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കും. പാട്ടും ബഹളവും ഉള്ളു കേട്ടോ ഗൈസ്. രാത്രി ആരും അടക്കിയില്ലെന്നത്. ഇവിടെ നിൽക്കാം. കുറച്ച് കഴിയുമ്പോൾ പോവാം. എത്ര മണിയായി? നോക്കട്ടെ. 7:57. നമ്മളൊരു 15 മിനിറ്റ്സും കൂടി ഇവിടെ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം.
പോകാം. ഞാൻ തിരിച്ച് വീട്ടിൽ പോവാ. ചുമ്മാ പറഞ്ഞ കേട്ടോ, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഒരു രസമുണ്ട്. അല്ല പാട്ടൊക്കെ ഉണ്ട്, ക്രിസ്മസ് പാട്ടുകൾ. കൊക്കക്കോളയുടെ ഇവന് എന്താ വേണമെന്ന് പറഞ്ഞ അടുപ്പുണ്ട്. കാരണം അങ്ങോട്ട് പോവാം അല്ലേ? അങ്ങോട്ട് പോയിട്ട് തിരിച്ചതുപോലെ തന്നെ വരണം. ഒന്നും മേടിക്കാൻ പറ്റൂല. ആ കേട്ടോ, എൻ്റെ കാശില്ല. കോണോ 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 നമുക്ക് സാധനം മേടിച്ചിട്ടാണെങ്കിൽ ഇവിടെ റീസൈക്കിൾ ചെയ്താൽ നമുക്ക് കൊക്കക്കോളയുടെ ഗിഫ്റ്റ്സ് കിട്ടും. പക്ഷെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇത് മേടിച്ച് ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ നിന്നാൽ ഇന്നെങ്ങാനും നമുക്ക് കയറാൻ പറ്റില്ല. ഉണ്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ഈ സ്പിൻ വീല് കറക്കിയാലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, ഇതാണ് സംഭവം. വലിയ സെറ്റപ്പ് ഒന്നുമില്ല, ഈ പാട്ടും പരിപാടിയും. ഇതാണ് ഇവിടുത്തെ പോലീസ്. അപ്പൊ നമ്മള് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ല ബഹളവും പാട്ടും ഒക്കെയാണ്. ഇപ്പൊ ഇറങ്ങിയാലാണ് നമ്മള് ബസ് സ്റ്റോപ്പില് കുറച്ച് കഴിയുമ്പോഴത്തേനും എത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ നമ്മൾ വന്ന വഴിയൊന്നും നോക്കിയില്ല. ലേറ്റ് ആവും എന്തായാലും പരിപാടി തീരുമ്പോഴേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടോ എന്ന് പറയണം. കമൻറ്റ് ബോക്സിൽ ഇടുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത്രയേ ഉള്ളൂ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ വഴിയാണോ? അപ്പം നമുക്ക് ഈ വഴിക്കൂടെ നടക്കാം. ആ ശരിയാ, നമുക്ക് പയ്യെ കണ്ടുപിടിക്കാം. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് വീഡിയോയിലേക്ക്. അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാമും നമ്മുടെ ടെക് പ്രോയും ഉണ്ട്. കണ്ണാടി ഊതം ടെക് പ്രോ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.